നമസ്കാരം. ഈ പുഴയും കടന്ന് എന്ന പരമ്പരയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ പുഴയും കടന്ന് എന്ന പരമ്പര വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ലാഗാണ്, മാത്രമല്ല ഭയങ്കര ലാഗായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ പോലും ഇപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്താണ് സത്യത്തിൽ അരവിന്ദന് സംഭവിച്ചത്? അരവിന്ദനെ ആരെങ്കിലും കൊന്നതാണോ, അതോ സ്വയം അരവിന്ദന്റെ മരണം സ്വാഭാവിക മരണമാണോ, അതോ അതിലെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും കാവേരിക്കുണ്ടായിരുന്നു. കുറേ ചോദ്യങ്ങൾ കാവേരിക്കുണ്ടായിരുന്നു. പക്ഷേ ആ സംശയങ്ങളും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇന്ന് കാവേരിക്ക് വീണ് കിട്ടിയിരിക്കുകയാണ്, അതും ശിവരാമന്റെ വായിൽ നിന്നും. യഥാർത്ഥത്തിൽ അരവിന്ദൻ മരിച്ചതല്ല, അരവിന്ദന്റെ മരണം സ്വാഭാവിക മരണമല്ല, അരവിന്ദനെ കൊന്നതാണ് എന്ന് ഇന്ന് കാവേരി തിരിച്ചറിയുകയാണ്. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു അത്രത്തോളം വിഷമം വരുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ശാരദയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പെട്ടിക്കകത്ത്, അതും അരവിന്ദൻ ഗൾഫിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെട്ടിയാണെന്നാണ് പറഞ്ഞത്, ആ പെട്ടിക്കകത്ത് നിന്ന് കാവേരിക്ക് ഒരു ഫോൺ കിട്ടി. അപ്പൊ ഇതാ എവിടെയാമേ അത് ആ ഫോൺ കിട്ടാൻ കാരണം ഒരു ചെയിൻ ഉണ്ടായിരുന്നു നീളമോൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പൊ ആ ചെയിൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ആ ഫോൺ കിട്ടിയത്. ഇത് ആരുടെ ഫോണാണെന്ന് ചോദിച്ചപ്പോൾ ഇത് അച്ഛൻ ഗൾഫിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണാണെന്ന് കാവേരിയോട് ശാരദ പറഞ്ഞു. അതെന്താ അമ്മ മുൻപ് ഈ ഫോണിനെ പറ്റി പറയാത്തത് എന്ന് ചോദിച്ചപ്പോൾ ശാരദ പറഞ്ഞതാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഫോണുണ്ടല്ലോ, എല്ലാവർക്കും ഫോണും ഉണ്ട്, പിന്നെ ഇത് പഴയ ഫോണല്ലേ, അപ്പൊ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണെന്ന് ശാരദ പറഞ്ഞു. അങ്ങനെ കാവേരി ആ ഫോൺ ഓണാക്കാൻ നോക്കിയപ്പോൾ അതിനകത്ത് ഓണായിട്ടുണ്ട്, ചാർജും ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ശാരദ പറഞ്ഞത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഫോൺ എടുത്ത് ഓണാക്കി വെക്കും, അരവിന്ദേട്ടൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഓണാക്കി വെക്കും എന്നാണ് ശാരദ പറഞ്ഞത്. അത് കേട്ടപ്പോൾ കാവേരി ഉറപ്പിച്ചു, ഈ ഒരു ഫോണിൽ നിന്നും എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കത്തില്ല എന്ന് കാവേരിക്ക് ഉറപ്പായിരുന്നു. കാവേരി അങ്ങനെ ഫോൺ മുഴുവൻ പരിശോധിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ഫോണിനെ പറ്റി കാവേരി ആരോടും പറഞ്ഞില്ല. പക്ഷേ ഇതിനകത്ത് എന്തോ രഹസ്യമുണ്ട്. ഇതിൽ നിന്ന് അച്ഛനെ കൊന്നതാണോ, അതോ അച്ഛൻ എന്ത് സംഭവിച്ചു, ആ സ്വത്തുക്കൾ എങ്ങനെ അരവിന്ദന്റെ അതായത് അച്ഛന്റെ കയ്യിൽ നിന്നും ജയപാലൻ തട്ടിയെടുത്തു എന്നതിന്റെ എന്തെങ്കിലും തെളിവ് കിട്ടും എന്ന് കാവേരി ഉറപ്പിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ നിളയ്ക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, അതിനു വേണ്ടിയിട്ട് എങ്ങനെ പൈസ കണ്ടെത്തും എന്ന ടെൻഷനിലാണ് എല്ലാവരും. അങ്ങനെ ആ ടെൻഷനിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു അവിടേക്ക് വിനീത് വരുന്നത്. അപ്പോൾ വിനീത് വന്ന ഉടനെ തന്നെ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ നമ്മളിനി എന്ത് ചെയ്യും, നിളയ്ക്ക് വേണ്ടിയിട്ട് പൈസ കണ്ടെത്തണ്ടേ എന്ന് പറയുമ്പോൾ ഗംഗ പറയുന്നത്, ഈ വീട് പണയം വെക്കാം, ഈ വീട് പണയം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അത്യാവശ്യം നല്ല പൈസ കിട്ടും, 10 ലക്ഷം രൂപ എന്തായാലും കിട്ടാതിരിക്കത്തില്ല എന്ന് ഗംഗ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ നമുക്ക് പെട്ടെന്ന് കൊണ്ട് പണയം വെക്കാനൊന്നും പറ്റത്തില്ല. അച്ഛൻ്റെ പേരിലുള്ള വീടല്ലേ, ഇപ്പം അച്ഛൻ്റെ പേരിൽ മാത്രമല്ല അമ്മയുടെയും കൂടി പേരിലുള്ള വീടാണ് എങ്കിൽ പോലും നമുക്കതെങ്ങനെ കൊണ്ട് പണയം വെക്കാൻ പറ്റും? അവർ നോക്കത്തില്ലേ ഈ ഒരു പൈസ ഇത്രയും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റുമോ ഇല്ലയോ, അതിനുള്ള ത്രാണിയുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷമല്ലേ അവർ നമുക്ക് പൈസ തരത്തുള്ളൂ എന്ന് വിനീതും പറഞ്ഞു. പിന്നെ ഇനി വേറെ ബ്ലേഡ് കമ്പനിയൊക്കെ ഉണ്ട്, ബ്ലേഡ് കമ്പനിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്ന കാശൊക്കെ തരും. പക്ഷേ ഈ വീട് നമ്മളെ കയ്യിൽ നിന്നും എങ്ങനെ അവർക്ക് കൈക്കലാക്കാം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും അവർ. അതുകൊണ്ട് പിന്നെ വലിയൊരു 8ന്റെ പണി ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാവേരി പറയുന്നത്, അതൊന്നും വേണ്ട, അച്ഛൻ സമ്പാദിച്ച സ്വത്തുണ്ടല്ലോ ആ 5 ഏക്കർ ഭൂമി, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം നിളയുടെ ഓപ്പറേഷൻ നടത്താവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിലൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട, ആ സ്വത്ത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും നിളയുടെ ഓപ്പറേഷൻ നടത്തും. പക്ഷെ ഗംഗയും പറയുന്നത്, നീ ഇപ്പോൾ അതിൻ്റെ പിന്നാലെ പോകണ്ട, എന്തായാലും നമുക്ക് ആ സത്യം കണ്ടുപിടിക്കണം, എന്നിട്ട് ജയപാലനൊരു പണി കൊടുക്കണം. പക്ഷേ ഇപ്പോൾ നിളയുടെ ജീവനാണ് നമുക്ക് പ്രധാനമെന്ന് പറയുമ്പോഴും നിളയുടെ ഓപ്പറേഷനും നടത്തും, അതും അച്ഛൻ സമ്പാദിച്ച പണം കൊണ്ട് തന്നെ അവളുടെ ഓപ്പറേഷൻ നടക്കണം. അപ്പം നിളയ്ക്ക് തോന്നണം തൻ്റെ അച്ഛൻ തനിക്ക് വേണ്ടിയിട്ട് പൈസ സമ്പാദിച്ച് വെച്ചിട്ടാണ് പോയത് എന്ന് നിളയ്ക്ക് തോന്നണമെന്ന് കാവേരി പറയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ കാവേരി ആ ഒരു ഫോണും എടുത്തുകൊണ്ട് നേരെ പോയത് ജയപാലന്റെ സ്ഥലത്തേക്കാണ്. അവിടെ ചെന്നപ്പോൾ ശിവരാമനെ കാവേരി
കാവേരി കണ്ടു. അപ്പോൾ ശിവരാമേട്ട എന്ന് വിളിച്ചിട്ട് കാവേരി ശിവരാമന്റെ അടുത്തേക്ക് എത്തി. പക്ഷേ എന്താ കുഞ്ഞെ, ജയപാലൻ ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ കാവേരി പറയുന്നത്, ഞാൻ ജയപാലനെ കാണാനല്ല ശിവരാമേട്ടനെ കാണാനാണ് വന്നതെന്ന് പറഞ്ഞു. കാവേരി ജയപാലനെ കാണാനല്ല തന്നെ കാണാനാണ് വന്നതെന്ന് ശിവരാമന് മനസ്സിലായപ്പോൾ തന്നെ ശിവരാമൻ പറഞ്ഞത്, എന്റെയും എന്റെ ഭാര്യയുടെയും പിന്നാലെ നടന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും കിട്ടാൻ പോകുന്നില്ല, ഒരു കാര്യങ്ങളും ഞങ്ങൾ പറയാനും പോകുന്നില്ല. കാരണം ജയപാലനെ ഒറ്റുകൊടുക്കുന്ന ഒരാളല്ല, ജയപാലന്റെ ഒരു കാവൽപ്പട്ടിയാണ് ഞാനാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ആ കാവൽ നായ തന്റെ യജമാനനെ ഒറ്റുകൊടുക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞ് ശിവരാമൻ നടന്നു പോവുകയാണ്. അത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ കാവേരി ഫോൺ ഓണാക്കിയിട്ട് അതിൽ അരവിന്ദൻ പറഞ്ഞ ആ വോയിസ് ശിവരാമനെ കേൾപ്പിച്ചു കൊടുത്തു. ആ വോയിസ് കേട്ട ഉടനെ തന്നെ ശിവരാമൻ നിന്നു. അതിൽ അരവിന്ദൻ പറയുന്നത്, ശിവരാമനെ കുറിച്ചാണ് പറയുന്നത്, ഈ സ്വത്തുക്കള് അതായത് ഈ 5 ഏക്കർ വാങ്ങാനായിട്ടുള്ള പൈസ ഞാൻ ജയപാലന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്നും ആ പൈസ ശിവരാമനായിരിക്കുമല്ലോ ആളുടെ കൊണ്ടുകൊടുത്ത് ആ സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ 5 ഏക്കറിന്റെ പൈസ മുഴുവൻ തന്ന് തീർത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും അടുത്ത ലീവിന് അങ്ങോട്ടേക്ക് വരികയാണ്. വരുമ്പോൾ തന്നെ ആ 5 ഏക്കർ എൻ്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ടാണ് ഞാൻ വരുന്നതെന്നും അത് മാത്രമല്ല എൻ്റെ പേരിൽ ആ 5 ഏക്കർ രജിസ്റ്റർ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടിയിട്ടും ജയപാലിന് വേണ്ടിയിട്ടും ശിവരാമൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ 5 ഏക്കറിൽ ഒരു 10 സെന്റ് ഭൂമി ശിവരാമനും ഭാര്യയ്ക്കും വേണ്ടിയിട്ട് ഞാൻ എഴുതി തരും. മാത്രമല്ല എല്ലാ മാസവും എനിക്ക് വേണ്ടിയിട്ടും ജയപാലിന് വേണ്ടിയിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് അതിൽ 10 സെന്റ് ഭൂമി ശിവരാമനും ഭാര്യയ്ക്കും വേണ്ടിയിട്ട് പേരിൽ ഞാൻ എഴുതി തരട്ടെ, അത് ഇരിക്കട്ടെ. പിന്നെ എല്ലാ മാസവും ഞാൻ ജയപാലന്റെ അക്കൗണ്ടിലേക്ക് ശിവരാമന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട്. ആ പൈസ ശിവരാമൻ ചെലവിന് വേണ്ടിയിട്ട് എടുത്തോണം. പിന്നെ ശിവരാമന്റെ നമ്പർ ഞാൻ ചോദിക്കുമ്പോഴെല്ലാം ജയപാലൻ തരാമെന്ന് പറയാറുണ്ട്, പക്ഷെ തരാറില്ല. ആ പൈസ എന്തായാലും ശിവരാമൻ വാങ്ങിച്ചെടുത്തോണം. അരവിന്ദൻ തന്നെ പറയുന്നുണ്ട്, ജയപാലന്റെ കയ്യിൽ കിട്ടുന്ന പൈസ മറ്റൊരാൾക്ക് കൊടുക്കാതെ സ്വന്തമാക്കാനായിട്ട് ജയപാലൻ നോക്കും. അതുകൊണ്ട് ആ പൈസ ജയപാലന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണം എന്ന് പറഞ്ഞിട്ടാണ് അരവിന്ദൻ ഈ വോയിസ് ജയപാലന് ഇട്ട് കൊടുക്കുന്നത്. അത് ശിവരാമനെ കേൾപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ജയപാലന് ഈ വോയിസ് അരവിന്ദൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ശിവരാമന് മനസ്സിലായി അരവിന്ദനെ ചതിച്ചതുപോലെ തന്നെയും ജയപാലൻ ചതിക്കുകയായിരുന്നു എന്ന് ശിവരാമന് മനസ്സിലായി. അത് കേട്ട ഉടനെ തന്നെ ശിവരാമൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാവേരിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, മോളുടെ അച്ഛനെ ചതിച്ചതുപോലെ എന്നെയും അയാൾ ചതിക്കുകയായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അയാളുടെ കയ്യിൽ നിന്നും ഒരു 1000 രൂപയോ 2000 രൂപയോ ഞാൻ വാങ്ങണമെങ്കിൽ തന്നെ കുറേ സംസാരിച്ച് കെഞ്ചി സംസാരിച്ചാൽ മാത്രമേ അയാൾ എനിക്ക് 1000 2000 തരാറുള്ളൂ. ഈ 10,000 ഒക്കെ കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും എത്ര സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടിയും ജീവിക്കുമായിരുന്നില്ലേ എന്ന് ശിവരാമൻ പറയുന്നുണ്ട്. മാത്രമല്ല മോളുടെ അച്ഛനെ കൊന്നതുപോലെ തന്നെയും കൊന്നു കളയുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ ഈ സത്യങ്ങൾ പറയാതിരുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് കാവേരിക്ക് മനസ്സിലാവുന്നത് അരവിന്ദനെ ജയപാലൻ കൊന്നതാണ് എന്നുള്ള സത്യം. ജയപാലൻ അന്ന് അതായത് അരവിന്ദൻ ജയപാലനെ അവസാനമായിട്ട് കാണാൻ വന്ന സമയത്ത് ഈ ഒരു ഭൂമി രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് വന്ന സമയത്ത് ജയപാലൻ പറഞ്ഞത് ഈ ഭൂമിയുടെ ഉടമസ്ഥൻ ഹോസ്പിറ്റലിലാണെന്നും പിന്നെ അയാൾ സീരിയസ് ആയിട്ടാണ് കോമ സ്റ്റേജിലാണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഭൂമി നമ്മുടെ കൈവിട്ട് പോകുമോ എന്നുള്ള പേടിയുണ്ടെന്ന് ജയപാലൻ അരവിന്ദനോട് പറഞ്ഞു. അത് കേട്ടിട്ട് സങ്കടത്തോടുകൂടി നെഞ്ച് തകർന്നാണ് അരവിന്ദൻ തിരികെ വീട്ടിലെത്തിയത്. ജയപാലൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നെഞ്ച് തകർന്ന അരവിന്ദൻ വീട്ടിലെത്തിയതും പിന്നെ പിറ്റേ ദിവസം അരവിന്ദന് ഹാർട്ട് അറ്റാക്കായി മരിക്കുകയും ചെയ്തത്. അപ്പൊ അതിന് ഉത്തരവാദി ജയപാലനാണെന്ന് അറിഞ്ഞപ്പോൾ കാവേരിക്ക് ദേഷ്യം വന്നു. കാവേരി പൊട്ടിക്കരയുകയാണ്, ഒരുപാട് കരഞ്ഞു. ശിവരാമൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും കാവേരി പറഞ്ഞത്, എന്റെ അച്ഛന് വേണ്ടിയിട്ട് കാവേരി കരയുന്ന അവസാനത്തെ കണ്ണീരാണ്, ഇനി കരയാൻ പോകുന്നത് ജയപാലനാണെന്ന് കാവേരി ഉറപ്പിച്ചു. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? വരാൻ പോകുന്ന എപ്പിസോഡുകൾ കിടിലൻ എപ്പിസോഡുകളാണ്. ശിവരാമൻ കാവേരിക്കൊപ്പം നിൽക്കുമെന്നും ഇനി എന്തിനും ഏതിനും ഞാൻ മോളുടെ കൂടെ കാണുമെന്ന് ശിവരാമൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജയപാലനെ കാണാനായിട്ടാണ് കാവേരി നേരെ പോയത്. ജയപാലന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലുകയും എന്നിട്ട് കത്തിയെടുത്ത് ജയപാലന്റെ കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. താൻ എന്റെ അച്ഛന്റെ സ്വത്തുക്കൾ കൈക്കലാക്കി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ എന്റെ അച്ഛനെ കൊന്നതിന് പിന്നിലും താനാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അതുകൊണ്ട് ജയപാല, താൻ കരയാൻ പോകുന്നതേ ഉള്ളൂ, ഇനി ഞാൻ തന്നെ കരയിപ്പിക്കുമടോ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് കാവേരി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കിടിലൻ ട്വിസ്റ്റുകളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അതുവരേക്കും ബൈ.